نار جهنم خالدين فيها أولئك هم شر البرية إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. സൂറത്തുൽ ബയ്യിനയിൽ സ്വർഗത്തെയും നരകത്തെയും സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ, അതിൽ വിശ്വാസികളായ ആളുകളെയും അവിശ്വാസികളായ ആളുകളെയും സംബന്ധിച്ച് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ. ആദ്യമായിട്ട് അവിശ്വാസികളെ കുറിച്ച് പറഞ്ഞു. അഹ്ലുൽ കിതാബിൽ പെട്ടിട്ടുള്ള മുശ്രിക്കുകളിൽ പെട്ടിട്ടുള്ള കുഫാറുകൾ അവർ നരകത്തിലായിരിക്കും. എന്നിട്ട് പറഞ്ഞത് ഖാലിദീന ഫീഹ, അവരതിൽ ശാശ്വതരാണ്. അപ്പൊ നരകം ഇവിടെ എന്നുമെന്നും നിലക്കൊള്ളാനുള്ളതാണ്. ആ കുഫാറുകൾ അതിൽ ശാശ്വതരുമാണ്. ഉലൈകഹും ശർറുൽ ബരിയ, അവരാണ് അള്ളാന്റെ സൃഷ്ടികളിൽ ഏറ്റവും നീചന്മാർ, ഏറ്റവും നികൃഷ്ടന്മാർ. എന്നിട്ട് വിശ്വാസികളുടെ കാര്യം പറഞ്ഞു. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ഉലൈകഹും ഖൈറുൽ ബരിയ, വിശ്വസിക്കുകയും സുകൃതങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾ അവരാണ് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠന്മാർ, ഏറ്റവും മാന്യന്മാർ. ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ, അവർക്ക് അള്ളാഹു അവന്റെ അടുക്കൽ ഒരുക്കി വെച്ചിരിക്കുന്ന പ്രതിഫലം നിത്യമായി താമസിക്കാനുള്ള ആരാമങ്ങളാണ്, തോട്ടങ്ങളാണ്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, ആ തോട്ടങ്ങളുടെ സ്വർഗങ്ങളുടെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഖാലിദീന ഫീഹ അബദൻ, അതിലവർ നിന്നുമെന്നും നിത്യമായി വസിക്കുന്നവരാണ്. റളിയല്ലാഹു അൻഹും വറദു അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബ, അവർ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടവരാണ്, അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ പ്രതിഫലം അള്ളാഹുവിനെ ഭയപ്പെട്ട ആളുകൾക്ക്, ഭയപ്പെട്ട് ജീവിച്ച, സൂക്ഷിച്ച് ജീവിച്ച ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളതാണ്, മറ്റാർക്കും കിട്ടാനുള്ളതല്ല എന്ന് പറഞ്ഞു. ഇവിടെ സ്വർഗത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ആ സ്വർഗം നശിക്കുന്നല്ല പറഞ്ഞത്, ഖാലിദീന ഫീഹ അബദൻ. അബദിയത്ത് പറഞ്ഞു, ഖുലൂദ് പറഞ്ഞു. പിന്നെ സൂറത്തുൽ ജിന്നിൽ അല്ലാഹ് പറയുന്നുണ്ട്, വമൻ യഅസുല്ലാഹ വറസൂലഹു ഫഇന്ന ലഹു നാറ ജഹന്നമ ഖാലിദീന ഫീഹ അബദ. അപ്പൊ ചില ആളുകൾ ഉണ്ടാകും, വലിയ താർക്കികന്മാർ, എന്തിലും തർക്കത്തിന് ഒരു ചെറിയ പഴുതന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർ. അവിടെ സൂറത്തുൽ ബയ്യിന പറഞ്ഞപ്പോ, സ്വർഗത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഖാലിദീന ഫിഹ അബദൻ, അവരതിൽ ശാശ്വതരാണ്. ഖാലിദീന പറഞ്ഞിട്ട് അബദൻ പറഞ്ഞു. ഇന്ന് നരകത്തിന്റെ കാര്യം പറഞ്ഞെടുത്ത് അബദം പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നരകം നശിക്കുവോ? നശിക്കുന്നല്ല അതിന്റെ അർത്ഥം. അതിനെ ചുറ്റിപ്പറ്റിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നരകത്തിനെ കുറിച്ച് പറഞ്ഞോടത്ത് അബദ്ധം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരു ശിർക്കായ കാര്യം ശിർക്കല്ലാണ്ടാക്കി തീർക്കുക ചെയ്തത് നമ്മുടെ നാട്ടിൽ. വളരെ വിചിത്രമാണ്. നിങ്ങൾ ഇവിടെ കേരളത്തിൽ നടന്നു പോയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോഴും സജീവമായി ആരും കേൾക്കാതെയോ കേട്ടിട്ടോ ചെവിയിൽ സ്വകാര്യമായിട്ടോ അല്ലെങ്കിൽ തയ്യാറാക്കി കൊടുക്കുന്ന കുറിപ്പാത്തുകളിലോ ഉള്ള പ്രധാനപ്പെട്ട ഒരു ചർച്ച ഇതാണ്. ജിന്നിനോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ല, അത് ശിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യമാകുള്ളൂ, വസീലത്തു ശിർക്കാകുള്ളൂ. എന്താ അതിന്റെ തെളിവ്? അതിനുള്ള തെളിവ് അവിടെ അബദൻ പറഞ്ഞിട്ടില്ല. സൂറത്തുൽ അൻആമില് ഇസ്തിംതാഇനെ കുറിച്ച് പറഞ്ഞു. ഇസ്തിംതാഇനെ കുറിച്ച് പറഞ്ഞോടത്ത് അവിടെ ശാശ്വതം അബദൻ, ഖാലിദീന പറഞ്ഞാൽ പോരാ, അബദൻ കൂടി പറയണം. ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞു. അള്ളാഹ് ഉദ്ദേശിച്ചതൊഴികെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യാഖ്യാനം അവരെ അള്ളാഹ് പുനരുജ്ജീവിപ്പിച്ചത് മുതൽ അവരെ നരകത്തിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള ആ കാലയളവാണ്. ഇതാണ് മുഫസ്സിരീങ്ങൾ പറഞ്ഞത്. ഇതാണ് സ്വഹാബികൾ മനസ്സിലാക്കിയത്. അതാണ് സ്വഹാബികൾ മനസ്സിലാക്കി വ്യാഖ്യാനിച്ചത് എന്നത് തഫ്സീറുകളിലൊക്കെ സനദ് സഹിതം ഉദ്ധരിച്ചിട്ടുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ട് ബുദ്ധിക്ക് എടുത്തിട്ട് പറയും ഇല്ലാ മാഷാ അല്ലാഹ്. ആ ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് ശിർക്കാകുന്ന ഒരു കാര്യം ശിർക്കണ്ടല്ലാണ്ടാവും. ഇതാണ് നമ്മുടെ നാട്. എന്നാൽ ഇവിടെ നരകത്തെ കുറിച്ച് പറയുന്നിടത്തും സ്വർഗത്തെ കുറിച്ച് പറയുന്നിടത്തും ചില സ്ഥലങ്ങളിൽ അള്ളാഹു അബദൻ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ അബദൻ ചേർത്ത് പറയാതിരുന്നിട്ടുണ്ട്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ ഹിക്മത്തുണ്ട്. കാരണം ഈ കാര്യങ്ങളിലൊക്കെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന രൂപത്തിലാണ് അള്ളാഹു കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അവന്റെ ഭാഷക്ക് അള്ളാഹ് ഉപയോഗിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങൾക്ക് അവന്റേതായ ഭാഷയാണ്. അതുകൊണ്ട് നരകം നശിക്കുന്നൊന്നും അതിനർത്ഥമല്ല. എന്നാൽ നരകത്തെ കുറിച്ച് പറഞ്ഞോടത്ത് മറ്റൊരിടത്ത് ഒരു തെളിവ് നോക്കുമ്പോൾ ഒന്നുമേ തൃപ്തിപ്പെടരുത്. ആ തെളിവ് അതുമായി ബന്ധപ്പെട്ട മറ്റ് തെളിവുകൾ എവിടൊക്കെ ഉണ്ട് എന്ന് പരിശോധിച്ച് മൊത്തം എടുത്തു വെച്ചിട്ടാണ് തീരുമാനത്തിലെത്തേണ്ടത്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു പരാമർശം കണ്ടാൽ കഴിഞ്ഞു കിട്ടി എന്ന് വിചാരിച്ചിട്ടാരും ചാടിക്കളയരുത്.
മറിച്ച് ആ വിഷയത്തിൽ വന്നിട്ടുള്ള മറ്റ് ആയത്തുകൾ നോക്കണം, മറ്റ് ഹദീസുകൾ നോക്കണം, എല്ലാ തെളിവുകളും ശേഖരിച്ചു വെച്ച് നോക്കണം. അതിനാണ് ഹദീസിന്റെ വ്യത്യസ്ത പാഠങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്, ഖുർആനിലെ വ്യത്യസ്തമായ പരാമർശങ്ങളിലേക്കും വ്യാഖ്യാനങ്ങളിലേക്കും പോകുന്നത്. അപ്പോൾ മാത്രമേ അതിന്റെ ഫിഖ്ഹ്, അതിന്റെ ആശയം, അതിന്റെ ശരിയായ വിവക്ഷ ഒരാൾക്ക് മനസ്സിലായി കിട്ടുള്ളൂ. ഇവിടെ സൂറത്തുൽ ബയ്യിന മാത്രം കണ്ട് ചാടിക്കളിച്ചാൽ അബദ്ധത്തിൽ കുടുങ്ങും. സൂറത്തുൽ ജിന്നിലേക്ക് എത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യഅസില്ലാഹ വറസൂലഹു ഫഇന്ന ലഹു നാറ ജഹന്നമ ഖാലിദീന ഫീഹാ അബദ. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിച്ച കുഫാറുകൾ അവര് ഫഇന്ന ലഹു നാറ ജഹന്നം, അവനുണ്ടായിരിക്കുന്നത് നരകാഗ്നിയാണ്. ഖാലിദീന ഫീഹാ, അത്തരക്കാർ അതിൽ ശാശ്വതരാണ്. അബദൻ, എന്നേക്കും. അതുപോലെ തന്നെ സൂറത്ത് ഹൂദിൽ അല്ലാഹു പറഞ്ഞു, ഖാലിദീന ഫീഹാ മാ ദാമത്തിസ് സമാവാതു വൽ അർദ് ഇല്ലാ മാ ശഅ റബ്ബുക്. സൂറത്ത് ഹൂദിൽ അല്ലാഹു പറയുന്നു, ഖാലിദീന ഫീഹാ, അവരതിൽ ശാശ്വതരാണ്. മാ ദാമത്തിസ് സമാവാതു വൽ അർദ്, എന്നേക്കുമായി ആകാശഭൂമികൾ നിലകൊള്ളുന്നിടത്തോളം. ഇല്ലാ മാ ശഅ റബ്ബുക്, നിന്റെ റബ്ബ് ഉദ്ദേശിച്ചതൊഴികെ. അവിടെ നിന്റെ റബ്ബ് ഉദ്ദേശിച്ചതൊഴികെ എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകാലം കഴിഞ്ഞിട്ട് അത് നശിപ്പിക്കുമെന്നല്ല ഇതിന്റെ അർത്ഥം. അത് നേരത്തെ മുഫസ്സിരീങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അത് സ്വഹാബത്ത് മനസ്സിലാക്കുകയും റസൂലുള്ളാഹി മനസ്സിലാക്കി കൊടുക്കുകയും സ്വഹാബത്ത് മനസ്സിലാക്കുകയും അവർ വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്തതനുസരിച്ച് അത് നശിക്കുമെന്നല്ല, അത് നിലനിൽക്കുന്നതാണ്. അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെ മബ്അസ് മുതൽ അവരെ വിധിച്ച് ശിക്ഷ വിധിച്ച് നരകത്തിലേക്ക് അവരെത്തുന്നത് വരെയുള്ള കാലയളവാണ്. അതല്ലെങ്കിൽ പിന്നെ രണ്ടാമതായി അതിന് പറയപ്പെട്ട വ്യാഖ്യാനം, ആ നരകത്തിൽ വെച്ച് അവർക്ക് കൊടുക്കുന്ന ശിക്ഷയുടെ രൂപങ്ങൾ എന്തൊക്കെയായിരിക്കണം. ചിലപ്പോ നരകം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ, നമ്മളിൽ ചിലർ വിചാരിച്ചതുപോലെ വെറും അത് തീയാണ് എന്ന് കരുതണ്ട. കടുത്ത തണുപ്പുണ്ട്. നരകത്തിന് രണ്ട് ഭാഗമുണ്ട്. ഒന്ന് കൊടും ചൂട്, പാറകളും മനുഷ്യരും വെന്തുരുകുന്ന ആ ചൂട് നമുക്കൊരിക്കലും ഭാവനയിൽ കൊണ്ടുവരാൻ കഴിയാത്ത അത്രയും വലിയ തീ. അതിന് നേർ വിപരീതം തണുപ്പ്, അങ്ങേയറ്റത്ത് തണുപ്പ്. ആ തണുപ്പ് വർണ്ണിക്കാൻ പറ്റില്ല. അതും നരകത്തിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ നരകത്തിൽ അനുഭവിപ്പിക്കുന്ന ശിക്ഷകളുടെ രൂപങ്ങൾ അത് വ്യത്യസ്തമാണ്. അത് ഓരോ മനുഷ്യരും ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഏത് രൂപത്തിലുള്ള മഅസിയത്തുകളാണ്, കുഫ്റുകളാണ്, തെറ്റുകുറ്റങ്ങളാണ്, അവിശ്വാസങ്ങളാണ് അവൻ ചെയ്തിട്ടുള്ളത്. ആ തെറ്റുകുറ്റങ്ങൾക്ക്, അവന്റെ അവിശ്വാസങ്ങൾക്ക് അനുരൂപമായിട്ടുള്ള, അതിന് ഉചിതമായിട്ടുള്ള, അതിന് തരപ്പെട്ട രൂപത്തിലുള്ള ശിക്ഷകൾ അവിടെ കിട്ടും. അതാണ് ആ മശിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വ്യാഖ്യാനമുണ്ട്. എന്നാൽ വ്യാഖ്യാനമില്ലാത്ത അത് മാത്രം കാണാൻ എവിടുന്നോ തോണ്ടി വലിച്ചു കൊണ്ടുവരുന്നു. അതിനില്ലാത്ത വ്യാഖ്യാനമാണ് നരകം നശിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇസ്തിംതാഴ് പറഞ്ഞ ആയത്തിലും ഇല്ലാ മാഷാ പറഞ്ഞതിനാൽ നശിക്കും, അത് ശിർക്കല്ല എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നത്. അതൊന്നും നിലനിൽക്കുന്ന ഒരു വാദമേ അല്ല, ശരിയല്ല, ബാത്തിലാണ്. അതില് റസൂലുള്ളാഹി അങ്ങനെ വിശദീകരിച്ചിട്ടില്ല. ഖുർആനിലുള്ള മറ്റുള്ള ആയത്തുകളുമായിട്ട് അത് ഒത്തുപോകുന്നതല്ല, റസൂലുള്ളാഹിന്റെ ഹദീസുകളുമായി അത് ഒത്തുപോകുന്നതല്ല. നബി വിശദീകരിച്ചു കൊടുത്തതനുസരിച്ച് സ്വഹാബത്ത് മനസ്സിലാക്കുകയും ഈ ആയത്തുകൾക്ക്, ഇത്തരം ആയത്തുകൾക്ക് സ്വഹാബത്ത് വ്യാഖ്യാനം നൽകുകയും മറ്റുള്ള മുഫസ്സിരീങ്ങൾ അത് ഉദ്ധരിച്ചു പോരുകയും അത് ഖുർആൻ വ്യാഖ്യാതാക്കൾ അവരുടെ തഫ്സീറുകൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതിൽ പറഞ്ഞതുമായി ഒത്തുപോകുന്നതല്ല. അതിനുമായി ഒത്തുപോകുന്നത് നരകവും നരകവാസികളും നിലനിൽക്കും, നശിക്കൂല എന്നാണ്. സ്വർഗവും സ്വർഗസ്ഥരായ ആളുകളും നശിക്കൂല, നിലനിൽക്കും എന്നുള്ളതാണ്. ഇല്ലാമാഷാ റബ്ബുക്ക് എന്ന് പറഞ്ഞാൽ ആ നരകത്തിലേക്ക് എത്തുന്നത് വരെയുള്ള കാലയളവോ അല്ലെങ്കിൽ നരകത്തിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷകളുടെ രൂപങ്ങളോ അത് സംബന്ധിച്ച് മാത്രമാണ് ഇല്ലാമാഷാ റബ്ബുക്ക് എന്നത് കണ്ട വിവക്ഷ. ഇത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ സ്വർഗവും നരകവും നശിക്കൂല എന്നുള്ളത് ഇങ്ങനെ സൂറത്തു നബയിൽ അമ്മയില് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ലാബിസീന ഫീഹ അഹ്ഖാബ, അതിലവർ അങ്ങനെ യുഗാന്തരങ്ങളായി കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള അനവധി നിരവധി തെളിവുകളുണ്ട്. ഇല ആഖിരിൻ നുസൂസൽ കസീറ അദ്ദാല അലാ ബഖാഇൽ ജന്നത്തി വന്നാർ, സ്വർഗ നരകങ്ങൾ അവശേഷിക്കുമെന്ന് സൂചിപ്പിക്കുന്ന അത് വ്യക്തമായി പറയുന്ന നിരവധി തെളിവുകൾ. വന്നഹുമാ ലാ തഫ്നയാനി, അവ ഒരിക്കലും തന്നെ നശിക്കുകയില്ല. വന്നഹുമാ മഖ്ലൂഖത്താനിൽ ആൻ, സ്വർഗ നരകങ്ങൾ ഇപ്പോഴേ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളവയാണ്.
അതാണ് അഹ്ലുസുന്നയുടെ അഖീദ. وكونهما مخلوقتين الآن وهذا فيه رد على القدرية والمعتزلة. സ്വർഗ നരകങ്ങൾ ഇപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന പരാമർശത്തിൽ ഖദരികൾക്കും മുഅ്തസിലികൾക്കും വ്യക്തമായ ഒരു ഖണ്ഡനമുണ്ട്. കാരണം ഖദരികളും മുഅ്തസിലികളും വാദിക്കുന്നത് യഖൂലൂൻ അൽ ആൻ അൽ ജന്ന വന്നാർ ഗൈർ മൗജൂദത്തൈൻ, ഇപ്പോൾ സ്വർഗവും നരകവും ഇല്ല, അത് അല്ലാഹ് ഖിയാമത്ത് നാളിന് ശേഷം പിന്നെ പടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ലിഅന്ന വുജൂദഹുമാ വലൈസ ഫീഹിമാ സുക്കാൻ മിനൽ അബസ്. അതിനവർ ന്യായം പറയുന്നത് ഒരു ആയത്തുണ്ടോ ഒരു ഹദീസുണ്ടോ? ആയത്തും ഹദീസും ഒക്കെ ആർക്ക് വേണം? വഴുതു പറയാൻ നാവും തലയും പോരെ എന്നുള്ള ചിന്താഗതിക്കാരാ അവര്. നമ്മളെ നാട്ടുകാരെ പോലെ തന്നെ പ്രസംഗിക്കാൻ യൂട്യൂബിൽ പ്രസംഗിടാൻ എന്തേ വേണ്ടുള്ളൂ? നാവും തലയും മാത്രം മതി, ബാക്കി ഉടലും കാര്യമൊന്നും വേണ്ട. അതല്ല കാണിക്കുക, യൂട്യൂബിൽ അതല്ലേ കാണിക്കുള്ളൂ. അവന്റെ നാവും വേണം, അവന്റെ തലയും വേണം. അതുകൊണ്ട് തലയൊക്കെ ഒന്ന് വൃത്തിയാക്കി നല്ല നാവിൽ എന്തെങ്കിലും വിളിച്ചു പറയാൻ പറ്റണം. അതാണ് അവരുടെ അവസ്ഥ. അതുകൊണ്ട് തന്നെ അവര് തെളിവ് നോക്കാതെ അവർ പറഞ്ഞ ന്യായം ഇതാണ്: ഇന്നേലും സ്വർഗത്തിൽ ആരുമില്ലല്ലോ, ഇന്നേലും നരകത്തിൽ ആരുമില്ലല്ലോ. നരകത്തിലും സ്വർഗത്തിലും അതിന്റെ അവകാശികൾ കയറുന്നതിന് മുമ്പ് അഥവാ ഹിസാബ് നടക്കുന്നതിന് മുമ്പ് ഇപ്പം തന്നെ അത് ഉണ്ടാക്കി വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അബസാണ്, അതൊരു വൃഥ, ഒരു തെറ്റായ പ്രവൃത്തിയാണ്, അനാവശ്യമായ പ്രവൃത്തിയാണ്. അള്ളാഹ് അനാവശ്യങ്ങളൊന്നും ചെയ്യൂലല്ലോ, അത് അനാവശ്യമായ പ്രവൃത്തിയാണ്. ആദ്യം അവരങ്ങിട്ട് തീരുമാനിക്കുകയാണ് അത് അനാവശ്യമാണ്, പിന്നെ അള്ളാഹ് അനാവശ്യം ചെയ്യൂലല്ലോ എന്ന് പറഞ്ഞിട്ട് വെക്കുകയും ചെയ്യും. അത് അബസാണ് എന്നുള്ളത് ഇവരുടെ ദുർന്യായമാണ്, അബസല്ല. അത് സ്വോദ്ദേശപൂർവം മഹത്തായ ലക്ഷ്യത്തോടു കൂടി അള്ളാഹ് സൃഷ്ടിച്ചു വെച്ചതാണ്. ഇപ്പോഴേ അത് ഉണ്ട് താനും. ഖബ്ബഹഹുമുല്ലാഹ്, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മോശാക്കട്ടെ. വല്ലാഹു നസ്സ അലാ വുജൂദിൻ നാരി വൽ ജന്ന, സ്വർഗവും നരകവും ഇപ്പോഴേ ഉണ്ട് എന്നുള്ള കാര്യം നസ്സായി അള്ളാഹു പറഞ്ഞു.